വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് അറ്റ് ട്രിവാൻഡ്രത്തിൻ്റെ പേരിൽ അതിൻ്റെ വികസനം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കേരളത്തിലെ മാപ്രകൾ, ചില ചാനൽ, അച്ചടി മാധ്യമം, അതുപോലെ ഓൺലൈൻ യൂട്യൂബർമാർ തുടങ്ങി ഒരു സംഘം മാപ്രകൾ വിഴിഞ്ഞത്തിൻ്റെ പേരും പറഞ്ഞ് വിഴിഞ്ഞത്തിനെതിരെ ചെയ്യുന്ന കാര്യങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം കൂടി പറയാം. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ ഒരു മറുപടി പറഞ്ഞു. ശൂന്യവേളയിലെ ഒരു ചോദ്യം ചോദിച്ചത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള വർക്കല MLA ബി ജോയി. ചില യൂട്യൂബർമാരും ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ നിരന്തരം പറയുന്നൊരു കാര്യമുണ്ട്, വിഴിഞ്ഞത്തിന് വേണ്ടി തിരുവനന്തപുരത്തെ രാഷ്ട്രീയ നേതാക്കളും അല്ലെങ്കിൽ മറ്റുള്ളവരും എന്ത് ചെയ്യുന്നു? തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചു വന്ന ജില്ലയിലെ കുറേ MLA മാരുണ്ടല്ലോ, ലക്ഷ്യമെന്താണ്? തിരുവനന്തപുരത്തിലെ MLA മാരിൽ ജില്ലയിൽ നിന്നുള്ള MLA മാരിൽ ഒരാൾ മാത്രമേ ഉള്ളൂ UDF, ബാക്കിയെല്ലാം LDF. അപ്പോൾ ടാർഗറ്റ് വേറെയാണ്. അവരാരും മിണ്ടുന്നില്ല, പലരും മിണ്ടുന്നുണ്ട്. മാധ്യമങ്ങളിൽ മാപ്രകൾ അത് വാർത്തയാക്കില്ല എന്നാണ്. നെഗറ്റീവ് ആണെങ്കിൽ വാർത്തയാക്കും, പോസിറ്റീവ് വന്നാൽ അത് ഒതുക്കും, അല്ലെ മുക്കും, അല്ലെ ഒരു വരിയിലാക്കും, അകത്തെ ഒരു കോളത്തിലാക്കും. ഇതാണോ ശരിക്കുള്ള മാധ്യമ പ്രവർത്തനം? അപ്പോൾ ബി ജോയി ചോദ്യം ചോദിച്ചു നിയമസഭയിൽ. എന്താ ചോദിച്ചത്? അദ്ദേഹം ചോദിച്ച ചോദ്യം, വിഴിഞ്ഞം ഇപ്പോഴും ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അവിടെ ഗേറ്റ് വേ കാർഗോ വരുന്നില്ല. അത് വന്നാലേ കേരളത്തിന് വികസനം കൂടുതലുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അദാനിക്ക് മാത്രമാണ് നേട്ടം. അതിനെന്ത് നടപടികളാണ്, എപ്പോഴാണ് അത് പൂർത്തിയാക്കാൻ കഴിയുക? അതിന് മന്ത്രി VN വാസവൻ പറഞ്ഞ കൃത്യമായ മറുപടി എന്താണ്? അടുത്ത 4 മാസത്തിനകം ഗേറ്റ് വേ കാർഗോ ഓപ്പറേഷൻസ് വിഴിഞ്ഞത്ത് ആരംഭിക്കും. എന്ന് പറഞ്ഞാൽ കപ്പലിൽ നിന്ന് കപ്പലുകളിലേക്ക്, ചെറുകപ്പലിലേക്കോ തിരിച്ച് ചെറുകപ്പലിൽ നിന്ന് ഫീഡർ കപ്പലിൽ നിന്ന് കപ്പലുകളിലേക്കോ കയറ്റുന്ന ചരക്ക് TEU കണ്ടെയ്നർ കയറ്റുന്ന പരിപാടി, ഇറക്കുന്ന പരിപാടിക്ക് അപ്പുറം കരയിലേക്ക് കണ്ടെയ്നർ വരുന്നു, കരയിൽ നിന്നും കണ്ടെയ്നർ പോകുന്നു. ഇത് 4 മാസത്തിനുള്ളിൽ ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങും എന്നൊരു പ്രധാന വാർത്ത കൊടുക്കേണ്ടുന്നൊരു വാർത്ത. അതിനുള്ള മറുപടി മന്ത്രി നിയമസഭയിൽ വി ജോയി MLAക്ക് മറുപടിയായിട്ട് പറഞ്ഞിട്ടും അതിവിടുത്തെ മാധ്യമങ്ങൾക്കൊന്നും വാർത്തയാണ്. കാരണം പോസിറ്റീവ് വാർത്ത കൊടുക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് പിണറായി സർക്കാരിന് വല്ല ഗുണം കിട്ടിപ്പോകാൻ പാടില്ലല്ലോ. ഇതാണ് ഇവിടുത്തെ മാധ്യമ പ്രവർത്തനം. എന്താണ് 4 മാസം കൊണ്ട് കാർഗോ, ഈ പറയുന്ന ഗേറ്റ് വേ ഓപ്പറേഷൻസ്, കാർഗോ ഓപ്പറേഷൻസ് തുടങ്ങും എന്ന് മന്ത്രി വാസവൻ പറയാൻ കാരണം? അതിൻ്റെ പണികൾ ഇപ്പം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. കേന്ദ്ര പാരിസ്ഥിതിക അനുമതി കഴിഞ്ഞ ആഴ്ച കിട്ടിയല്ലോ. കിട്ടിക്കഴിയുമ്പോൾ 1 മാസത്തിനുള്ളിൽ അടുത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ 2ഉം 3ഉം ഘട്ടത്തിന് തുടങ്ങാൻ പറ്റും. പോർട്ട് 2028 പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകും. ഇത് സഹിക്കുന്നില്ല. അപ്പോൾ അത്തരം പോസിറ്റീവ് വാർത്തകൾ മുക്കുക, നെഗറ്റീവ് എല്ലാം ഉണ്ടെങ്കിൽ കൊടുക്കാൻ നോക്കുക. MLA മാർ, തിരുവനന്തപുരത്തെ MLA മാർ നിയമസഭയിൽ മിണ്ടുന്നില്ല വിഴിഞ്ഞത്തെ പറ്റി. ഇപ്പം മിണ്ടിയല്ലോ, മറുപടിയും പറഞ്ഞല്ലോ, വ്യക്തമായ മറുപടിയും മന്ത്രി പറഞ്ഞല്ലോ. ഇത് ഈ യൂട്യൂബർമാർ കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? തെരഞ്ഞു പിടിച്ച് നെഗറ്റീവ് വാർത്തകൾ തന്നെ നിരന്തരം കൊടുത്തോണ്ടിരിക്കുക. ഇപ്പോൾ പാരിസ്ഥിതിക അനുമതി തന്നെ കിട്ടാൻ എത്ര വൈകി? ഞങ്ങൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞാണ്. അതായത് ഇപ്പോൾ കിട്ടി, കഴിഞ്ഞ ആഴ്ച കിട്ടി. നല്ല കാര്യം, മോദി സർക്കാരിൽ നിന്ന് കിട്ടി. ഇനി കടമ്പയുണ്ട്. ഇപ്പം ഈ 2-3 ഘട്ടത്തിന്റെ ഭാഗമായി ഈ ഗേറ്റ് വേ കാർഗോ, കരയിലൂടെ ചരക്ക് ഗതാഗതം നടത്താനുള്ള ഉപകരണങ്ങൾ ഇപ്പോൾ അദാനി പോർട്ട്സോട് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ്. അതുപോലെ റോഡ് മാർഗം ഹൈവേയിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഗതാഗതം, അതും പൂർണ്ണതോതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 4 മാസത്തിനുള്ളിൽ അതും പൂർത്തിയാവും. പിന്നെ വേണ്ടത് റെയിൽ കണക്ടിവിറ്റിയാണ്. ബാലരാമപുരം നേമം ഭാഗത്തേക്ക് അത് കൊങ്കൺ റെയിൽവേ നടപ്പാക്കാൻ റെയിൽവേ ലൈനില്ലേ, അത് തുരങ്കപാത, അതിന് തുരങ്ക റെയിൽ പാത, അതിന് ചിലപ്പോൾ 1.5-2 വർഷമൊക്കെ എടുക്കും. അത് സമയബന്ധിതമായിട്ട് തീരത്തുള്ളൂ. ഇപ്പോൾ ചരക്ക് ഗതാഗതം റോഡ് മാർഗം വരെ 4 മാസത്തിനുള്ളിൽ തുടങ്ങാനുള്ള, ഓപ്പറേഷൻ ആകാനുള്ള കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. അപ്പം വിഴിഞ്ഞം അതിവേഗം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് വാർത്തയാക്കില്ല. അത് മുടങ്ങുന്നു പണി, ഇവിടെ വൈകുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, മറ്റേ ചെയ്യുന്നില്ല, മറിച്ച് ചെയ്യുന്നില്ല. ഞങ്ങൾ ചോദിക്കട്ടെ ഈ പറയുന്ന മാധ്യമങ്ങളോട്, ഈ മാധ്യമങ്ങളോട്, ഇനിയും കടമ്പകളുണ്ട്. ഈ 4 മാസത്തിനുള്ളിൽ കേന്ദ്ര സർക്കാരിൻ്റെ 2 അനുമതി ഇനിയും വേണം. അവിടെ കസ്റ്റംസ് ചെക്ക് പോസ്റ്റ്, ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റും വേണം. അവിടെ ഈ കാർഗോ കരയിലൂടെ പോകാനും വരാനും അത് കൂടുതൽ കാര്യക്ഷമമാക്കാൻ വിഴിഞ്ഞം തുറമുഖത്ത് തന്നെ കസ്റ്റംസിൻ്റെ, ഇമിഗ്രേഷൻ്റെയും ഓഫീസുകൾ വേണം, ലോക്കൽ ഓഫീസുകൾ വേണം. ഇതുവരെ അതിനൊരു നടപടിയും കേന്ദ്ര സർക്കാർ, മോദി സർക്കാർ സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞു,
അത് ചെയ്യാത്തതിനെ പറ്റി എന്താ ഈ മാപ്ര യൂട്യൂബർ മാധ്യമങ്ങൾ മിണ്ടാത്തത്? നരേന്ദ്രമോദി സർക്കാരിനോട് ആവശ്യപ്പെടാത്തത് എത്രയും വേഗം കസ്റ്റംസ് ആൻഡ് ഇമിഗ്രേഷൻ ലോക്കൽ ഓഫീസുകൾ വിഴിഞ്ഞത്ത് വേണമെന്നുള്ളത്? അപ്പോൾ അത് കേരളത്തിന് ഗുണം ചെയ്യുന്നതുകൊണ്ട് അത് പരമാവധി വൈകിപ്പിക്കുക. ഇനി വൈകിപ്പിക്കാൻ കഴിയില്ല ഒരു പരിധിക്കപ്പുറം, എന്നാലും പരമാവധി എങ്ങനെ ദ്രോഹിക്കാൻ പറ്റും? വിഴിഞ്ഞത്തിനൊരു സഹായവും ചെയ്യാതെ കേന്ദ്രത്തിൽ നിന്ന് പരമാവധി എങ്ങനെ ദ്രോഹിക്കാമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രതിപക്ഷത്തെ MLA-മാർ മാത്രമല്ല, തിരുവനന്തപുരത്തെ MLA-മാർ BJP പോലെ കാര്യങ്ങൾ കൃത്യമായിട്ട് സഭയിൽ ചോദിക്കുന്നുണ്ട്. വകുപ്പ് മന്ത്രിയിൽ നിന്ന് കൃത്യം മറുപടി കിട്ടി, കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനെപ്പറ്റി വാർത്തയാക്കാൻ നിങ്ങൾക്ക് പലർക്കും താല്പര്യമില്ല. അതുകൊണ്ട് ഞങ്ങളിത് പറഞ്ഞുകൊണ്ടേയിരിക്കും, ഞങ്ങളിത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് വീഡിയോ അവസാനിപ്പിക്കുക. കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻ തുടങ്ങിയിട്ട് എത്ര മാസങ്ങളായി? ഡിസംബർ 4 മുതൽ കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻസ് വിഴിഞ്ഞത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 4 മാസം കഴിയുന്നു. നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഇന്ന് വരെ കമ്മീഷനിങ് ഉദ്ഘാടനത്തിന് ഒരു ഡേറ്റ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനെപ്പറ്റി ഏതെങ്കിലും മുഖ്യധാര മാധ്യമങ്ങൾ, പത്രങ്ങൾ, മനോരമയോ മാതൃഭൂമിയോ അല്ലെ ഇവിടുത്തെ മാപ്ര ചാനലുകൾ, ഓൺലൈൻ മാധ്യമങ്ങൾ, ഈ തള്ളുന്ന മാധ്യമങ്ങൾ, തള്ളുമാമന്മാരോട് തന്നെ പറയുകയാണ്, നിങ്ങളെന്താ അതേപ്പറ്റി വാർത്ത ചെയ്യാത്തത്? 4 മാസമായിട്ടും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമായിട്ട് 4 മാസം കൊണ്ട്, 8 മാസം ട്രയൽ ഉൾപ്പെടെ 8 മാസം കൊണ്ട് വിഴിഞ്ഞം എത്തിക്കഴിഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടായിട്ട് വിഴിഞ്ഞം മാറിക്കഴിഞ്ഞു. വെറും 8 മാസം കൊണ്ട്. ചരിത്രമാണത്. അപ്പൊ ഈ വിഴിഞ്ഞത്തെ ഞെക്കിക്കൊല്ലാതെ ഫ്രീ ആയിട്ട് തുറന്നു വിടുകയില്ലേ വളരാൻ വേണ്ടി? അതിനുള്ള എല്ലാ സൗകര്യങ്ങളും കേന്ദ്ര സർക്കാർ ചെയ്യണ്ടേ? ഇവിടുത്തെ മാധ്യമങ്ങളുടെ പിന്തുണ വേണ്ടേ? നിങ്ങൾ നെഗറ്റീവ് വാർത്തകൾ മാത്രം കൊടുത്തുകൊണ്ടിരുന്നാൽ മതിയോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ ഏറ്റവും വലിയ തുറമുഖം എന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു വാർത്ത, അത് ലോകം ശ്രദ്ധിക്കും. പക്ഷെ അതിനുള്ള അവസരം നീട്ടിക്കൊണ്ടുപോവുകയാണ്, പരമാവധി നീട്ടിക്കൊണ്ടുപോവുകയാണ്. ഇതാ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, വിഴിഞ്ഞത്തെ ഞെരിച്ചു വെക്കിരിക്കുക. കൊല്ലാൻ പറ്റില്ല, അത് പുറത്തു വന്നു, വളർന്നു. പക്ഷെ എന്നിട്ടും അതിൻ്റെ കൈകാലുകൾ ഇങ്ങനെ പിടിച്ച് ഞെരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കേന്ദ്ര സർക്കാർ, ഇവിടുത്തെ കുറെ മാധ്യമങ്ങളും. അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ VN വാസവന്റെ മറുപടിയും ജോയിയുടെ ചോദ്യത്തെ പറ്റിയും മന്ത്രി പറഞ്ഞ മറുപടിയെ പറ്റി ഇവിടെ പറയേണ്ടി വരുന്നത്. ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും, ഇത് കാര്യങ്ങൾ വേഗത്തിലാക്കാൻ.